മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവി. അല്ലല്ല, ടിപ്പിക്കൽ അല്ല, ഓഫ് കോഴ്സ് ടിപ്പിക്കൽ അല്ല. നമുക്ക് എന്റർടൈനിങ് ആയിരുന്നു, അടിപൊളിയാണ്. യാ, ഓഫ് കോഴ്സ് ഹൊററാണ്. തീർച്ചയായിട്ടും മറ്റു സിനിമകളിലേക്കാളും ഞാൻ സീരിയസ്ലി പറയാമല്ലോ, ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ലതായിരുന്നു. നല്ല സിനിമ, ഒരു ഫാൻറ്റസി, പിന്നെ കുറച്ച് ക്യാമ്പസ് അങ്ങനത്തെ എലിമെന്റ്സ് ഒക്കെ. ധ്യാൻ നല്ല ഇൻട്രസ്റ്റിംഗ് റോളായിരുന്നു. അങ്ങനെയല്ല, ഒരു ഫാൻറ്റസി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുഴപ്പമില്ല, നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ട്രെയിലർ മൊത്തത്തിൽ കൊള്ളാം, പടം കൊള്ളാം. അത്യാവശ്യം ഓടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അത്യാവശ്യം നല്ലൊരു ടെക്നിക്കലിയൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ സിനിമ പോലെയല്ല ഇത്. സാധാരണ സിനിമ എന്ന് പറയുന്നത് ഇതൊരു എന്താണ്, ഫാൻറ്റസി ടൈപ്പ് ഓഫ് സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ എഴുത്തിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ടെന്ന് ആണ് എൻ്റെ ഒരു നിഗമനം. അതിൻ്റെ ഫസ്റ്റ് പടമാണ്, അപ്പം എങ്ങനെയാ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല, ഓഡിയൻസ് കണ്ടിട്ട് അഭിപ്രായം പറയാം. സിനിമ അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ ബ്ലാങ്ക് ആയി പെട്ടെന്ന് ചോദിച്ചായിരുന്നു പറയാനായിട്ട്. നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു കാണാത്തൊരു AI സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ചോദിച്ചാൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം. ആ ഉണ്ട്, മിക്സ് ഓഫ് എന്താ റിയാലിറ്റി ആൻഡ് ഹൊറർ അങ്ങനത്തെ സാധനം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. എന്ന് വെച്ചാൽ ധ്യാനിൻ്റെ ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും നല്ലൊരു പടം എന്ന് പറയാം. അൽതാഫ് സലീം പിന്നെ ധ്യാന്, അങ്ങനെ ഒരു കോമ്പോ നന്നായിട്ട് കണ്ടിരിക്കാൻ രസമുണ്ട്. കാണാനായിട്ട് കണ്ടിരിക്കാം. നിങ്ങൾ കണ്ടിട്ട് പറയൂ. എന്തായാലും വർക്ക്സ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പൊളി 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 അടിപൊളി. ശരിക്കും പണ്ടത്തെ ധ്യാൻ ചേട്ടനെ കാണുന്ന ഒരു ഫീല്. ഇത് പറഞ്ഞിരിക്കുന്ന മിസ്റ്ററി, കുറച്ച് ഹൊറർ, കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള